ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക്. ഐ ആം ഇൽഹാൻ. ഇന്നൊരു യൂസ്ഡ് പോട്ട്സിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ. നമ്മുടെ കയ്യിൽ നമ്മൾ പ്ലാന്റ്സ് ഒക്കെ അയച്ചതിന് ശേഷം ബാലൻസ് വരുന്ന കുറേ അധികം പോട്ട്സ് ഉണ്ട്. അപ്പോൾ നേരത്തെ ഞാൻ ഈ പോട്ട്സ് ഒക്കെ ആക്രിക്കടയിൽ കൊണ്ട് കൊടുക്കായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ നമ്മളൊരു ഫ്രീ പ്ലാന്റ്സിൻ്റെ ഒരു വീഡിയോ ഇട്ടില്ലേ, ആ സമയത്ത് ചെടിയൊക്കെ വാങ്ങിച്ചതിൽ കുറേ പേരൊക്കെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ കയ്യിൽ ചട്ടികളൊന്നും ഉണ്ടായിരുന്നില്ല, കവറിലൊക്കെ ആക്കി ചെടിയൊക്കെ നട്ടു വെച്ചു എന്നൊക്കെ പറഞ്ഞു. അപ്പോഴാണ് എനിക്ക് തോന്നിയത് ചട്ടി ഒന്നും നമുക്ക് നഴ്സറി പോയി വാങ്ങിക്കാനൊന്നും പറ്റാത്തവർക്ക് വേണമെങ്കിൽ ഈ ഒരു പോട്ട്സ് നിങ്ങൾക്ക് തൽക്കാലത്തേക്കൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഒത്തിരി വലിയ പോട്ട്സ് ഒന്നുമല്ല, ചെറിയ പോട്ട്സുകളാണ്. അപ്പോൾ അത് ആവശ്യക്കാരുണ്ടെങ്കിൽ അവർക്ക് ഉപകരിക്കുമല്ലോ എന്ന് കരുതിയിട്ടാണ്. അപ്പോൾ ഇന്ന് നമുക്ക് യൂസ്ഡ് പോട്ട്സ് കാണാം. നമ്മുടെ നഴ്സറിയിൽ നമ്മൾ ഉപയോഗിച്ചിരുന്ന പോട്ടുകളൊക്കെയാണ് കേട്ടോ. ഒത്തിരി വലിയ പോട്ട്സ് ഒന്നുമല്ല, ചെറിയ പോട്ട്സൊക്കെയാണ്. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ. നമ്മുടെ പോട്ട്സ് ഇതൊക്കെയാണ്. ബ്ലാക്ക് കളറിലുള്ള നഴ്സറിയിൽ ഉപയോഗിക്കുന്ന പോട്ട്സ് തന്നെയാണ് കേട്ടോ. വൈറ്റ് കളർ പോട്ടൊന്നും നമ്മുടെ കയ്യിൽ അവൈലബിൾ അല്ല. അപ്പോൾ ഒരു 2-3 സൈസിലുള്ള പോട്ട്സ് ഉണ്ട്. അപ്പം ഞാൻ ഓരോന്നും കാണിക്കാം. അപ്പോൾ ദേ ഈ ഒരു വലിപ്പത്തിലുള്ള പോട്ട്സ് ഉണ്ട്. ഇത് ഞാൻ എല്ലാ പോട്ട്സും അത്യാവശ്യം ഒന്ന് മണ്ണൊക്കെ കളഞ്ഞൊന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രമാത്രം ക്ലീൻ ഒന്നും അല്ല, എന്നാലും അത്യാവശ്യം ക്ലീൻ ചെയ്തൊക്കെ വെച്ചിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പത്തിലുള്ള പോട്ട്സ് നമ്മൾ 5 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. 5 രൂപ തൊട്ടാണ് നമ്മുടെ പോട്ട്സ് ഉള്ളത്. 5 രൂപ തൊട്ട് മേളിലേക്കല്ല, താഴത്തേക്കാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വലിപ്പം വരും. ഈ ഒരു വലിപ്പം എന്ന് പറഞ്ഞാൽ ഈ ഒരു ചട്ടി നമ്മൾ റോസയുടെ തൈകൾ വെച്ചിരുന്ന ഒരു ചട്ടിയാണ്. അപ്പോൾ അത്യാവശ്യം റോസ ചെടികളോ ചെറിയ റോസയുടെ ചെടികളോ അതുപോലെ തന്നെ അഗ്ലോണിമയോ കലാത്തിയോ അങ്ങനെയുള്ള ഏത് ചെടിയും നമുക്ക് ഈ ഒരു ചട്ടിയിൽ നടാൻ പറ്റും. അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടിയാണ് കേട്ടോ, ബ്ലാക്ക് കളറിൽ. ഇതിന്റെ കൃത്യം സൈസും അതിന്റെ അളവൊന്നും പറയാൻ എനിക്ക് അറിയത്തില്ല. ഈ ഒരു വലിപ്പം കണ്ടാൽ നമുക്ക് അറിയാലോ, ഏകദേശം അത്യാവശ്യം വലിപ്പമുള്ള ഒരു ചട്ടിയാണ്. 5 രൂപയാണ് ഈ ഒരു ചട്ടിയുടെ വില വരുന്നത്. ഈ ഒരു പോട്ടാണ്. ഇതും ആ 5 രൂപ ചട്ടിയുടെ തൊട്ട് താഴെ, അതായത് ഒത്തിരി ചെറുതല്ല, അതിന്റെ തൊട്ട് താഴെ നിൽക്കുന്നതാണ്. ഞാൻ 2 പോട്ടും കൂടെ കാണിക്കാം. 2 പോട്ടും കണ്ടോ, ഇങ്ങനെ ഇരിക്കും. അപ്പോൾ ഇതും ഈ 2 പോട്ടും ഉണ്ട്. ഈ ഒരു പോട്ടും ഈ ഒരു വലിപ്പത്തിലുള്ള പോട്ട്സും ഉണ്ട്. ഡ്രെയിനേജ് ഹോളൊക്കെ നിറയുള്ള പോട്ടുകളാണ് എല്ലാം. ഇത് നമ്മൾ 4 രൂപയ്ക്കാണ് കൊടുക്കുന്നത് കേട്ടോ. നമ്മൾ ഈ 5 രൂപ 4 രൂപ അല്ലെങ്കിൽ 3 രൂപ എന്നൊക്കെ പറയണതിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വിലയും കൊടുക്കാതെ നമ്മൾ 1 രൂപയെങ്കിലും കൊടുത്തോ അല്ലെങ്കിൽ 10 രൂപയെങ്കിലും കൊടുത്ത് നമ്മൾ വാങ്ങിക്കുന്ന ഒരു സാധനത്തിനാണ് മൂല്യം ഉണ്ടാവുള്ളൂ. വെറുതെ നമ്മളൊരു സാധനം കിട്ടിക്കഴിഞ്ഞാൽ അതിന് വലിയ മൂല്യം ഉണ്ടാവില്ല. എല്ലാവരുടെയും കാര്യമല്ല കേട്ടോ, ചിലരുടെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കാമെന്ന് വിചാരിച്ചു. നമ്മൾ ചെടികൾ നഴ്സറിയിൽ നിന്ന് എടുക്കുന്ന സമയത്ത് ഈ ഒരു ചട്ടിക്കും കൂടെ ഉള്ള വില ഇട്ടിട്ടാണ് നമുക്ക് ചെടി കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇത് വെറുതെ കൊടുക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് ഭയങ്കര നഷ്ടമായിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു 5-4 രൂപയ്ക്ക് ഈ ചട്ടികൾ നിങ്ങൾക്ക് തരുന്നത്. പക്ഷേ വേറൊരു കാര്യം പറയട്ടെ, ഈ ഒരു വലിപ്പത്തിലുള്ള ചട്ടി നിങ്ങൾ നഴ്സറി പോയി വാങ്ങിക്കുകയാണെങ്കിൽ ഇതിന് വിലയാവും കേട്ടോ. ഈ ഒരു വിലയ്ക്ക് നിങ്ങൾക്ക് ഈ ചട്ടി കിട്ടില്ല. അപ്പോൾ അടുത്ത ഒരു ചട്ടി എന്ന് പറയുന്നത് ഇതാണ്. ഇതും അത്യാവശ്യം വലിപ്പമുണ്ട്, വലിയ വലിപ്പമുള്ള ചട്ടിയല്ല, അത്യാവശ്യം ചെടികളൊക്കെ നമുക്ക് വെക്കാൻ പറ്റും, അങ്ങനത്തെ ഒരു ചട്ടിയാണ്. പിന്നെ ഇത് എന്താ പറയുക, നമ്മൾ ഇൻഡോർ പ്ലാന്റ്സ് വെക്കുമ്പോൾ നമ്മൾ ടെറാക്കോട്ടയല്ല, വേറെ പ്ലാസ്റ്റിക്കിന്റെ വൈറ്റ് കളർ പോട്ട് ഇൻഡോർ പോട്ട്സ് ഉണ്ടല്ലോ, അതുപോലെ സെറാമിക് പോട്ട്സ്, അങ്ങനെയുള്ള പോട്ട്സ് ഒക്കെ പോട്ട്സിലേക്ക് നമുക്ക് ഈ ഒരു ചട്ടിയിൽ ചെടി നട്ടിട്ട് അതിലേക്ക് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ ഈ ഒരു ഹോൾസ് ഇല്ലാത്ത സെറാമിക്കിന്റെ പോട്ടൊക്കെ ഉണ്ടാവുമല്ലോ, അപ്പോൾ അതിലേക്ക് ഇങ്ങനെ ചട്ടിയിൽ ചെടി നട്ടിട്ട് ഇറക്കി വെക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ അങ്ങനെ ചെടി നടുന്നവർക്ക്, ഇൻഡോറിൽ പ്ലാന്റ്സ് വെക്കുന്നവർക്കും ഈ ചട്ടികൾ ഉപകാരമാണ്. അപ്പോൾ കാരണം പുറത്തുനിന്ന് നമ്മൾ നഴ്സറിയിൽ നിന്നോ അല്ലെങ്കിൽ ഷോപ്പിൽ നിന്നൊക്കെ ഈ ചട്ടി മേടിക്കുമ്പോൾ ഈ ചട്ടിയുടെ വിലയും മറ്റേ ചട്ടിയുടെ വിലയും ഒക്കെ കൂടെ കൊടുക്കേണ്ടി വരും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനത്തെ ചട്ടികൾ നമ്മുടെ കയ്യിൽ നിന്ന് വാങ്ങിയിട്ട് അങ്ങനെ ചെടിയും വെക്കാം. വലിപ്പത്തിലുള്ള പോട്ട്സ് ആണ് ഇപ്പൊ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. ഇതിന് 3 രൂപയാണ് കേട്ടോ. ഇത് 3, 4, 5 അങ്ങനെയാണ് നമ്മൾ ഇതിന് വിലയിട്ടിരിക്കുന്നത്. ഒരുപാട് പോട്ട്സ് ഒന്നും നമ്മുടെ കയ്യിലില്ല, കാരണം ഒത്തിരി പോട്ട്സ് ഉണ്ടായിരുന്നു വീട് നിറയെ. പക്ഷെ അതെല്ലാം ഞാൻ ആക്രിക്കടയിൽ കൊണ്ട് കൊടുത്തു. ഇപ്പൊ കുറച്ച് പോട്ട്സേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് കുറച്ച് പേർക്ക് തരാനുള്ള പോട്ട്സ് എൻ്റെ കയ്യിൽ അവൈലബിൾ ആണ്. ഇനിയും നമ്മൾ പ്ലാന്റ്സ് അയക്കുന്ന സമയത്ത് വീണ്ടും ഈ പോട്ട്സുകൾ വരും. അപ്പോൾ അതും ഞാൻ പറയാം, ഇടയ്ക്ക് ഞാൻ വീഡിയോയിൽ പറയാം. അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ അന്നേരവും മേടിക്കാമല്ലോ. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ മേടിച്ചോട്ടെ എന്ന് കരുതിയിട്ടാണ് ഇതൊരു വീഡിയോ ആയിട്ട് ഞാൻ ഇട്ടത്. കാരണം അല്ലാതെ പറഞ്ഞു കഴിഞ്ഞാൽ ആരും അറിയില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ.
അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എനിക്ക് വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയച്ചാൽ മതിയേ. അപ്പോൾ ചട്ടി വാങ്ങിക്കാൻ ഉദ്ദേശിക്കുന്നവർ ഒരു 10 ചട്ടിയെങ്കിലും വാങ്ങിക്കാം കേട്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് നഷ്ടമായിരിക്കും. കാരണം നമ്മൾ കൊറിയർ ചാർജ് കൊടുത്തിട്ടാണല്ലോ ഇത് വാങ്ങിക്കുന്നത്. അപ്പോൾ കൊറിയർ ചാർജ് നമ്മൾ ഈ പോട്ടിന് എന്താ പറയുക, ഇതിന് വലിയ വെയിറ്റ് ഇല്ലെങ്കിലും അതിന് നമ്മൾ പാക്ക് ചെയ്യുന്ന സമയത്ത് അതിന് വിഡ്ത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ അതനുസരിച്ചിട്ടായിരിക്കും കൊറിയർ ചാർജ് വരുന്നത്. അപ്പോൾ അതൊക്കെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മെസ്സേജ് ചെയ്യുന്ന സമയത്ത് പറയാം. അപ്പോൾ അത്യാവശ്യക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് മെസ്സേജ് അയക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനൊക്കെ ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ അഭിപ്രായങ്ങൾ എന്നാന്ന് വെച്ചാൽ അതൊക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കുക കേട്ടോ. ഒക്കെ നിങ്ങളുടെ കമൻറ്റുകളാണ് നമുക്ക് വീഡിയോ ഇടാനുള്ള അല്ലെങ്കിൽ പുതിയ വീഡിയോ ചെയ്യാനുള്ള ഒരു പ്രചോദനം നിങ്ങളുടെ കമൻറ്റുകളാണ്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാർ ഒത്തിരി പേരുണ്ട്. നമ്മുടെ കയ്യിൽ നിന്ന് ചെടി വാങ്ങിക്കുന്ന നമ്മുടെ കസ്റ്റമേഴ്സും ഒക്കെ കുറേ പേര് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ചാനൽ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഉപകാരമുണ്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോസൊക്കെ കാണാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ട്, ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ചാനലിൽ നിന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്തേക്കുക കേട്ടോ. ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷൻ തന്നെ ക്ലിക്ക് ചെയ്യാനും ഓർക്കുക. അപ്പോൾ നമുക്കിനി അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. ടേക്ക് കെയർ. ബൈ.